നമസ്കാരം. രാജ്യത്തെ ഏറ്റവും വലിയ കാർ വിൽപ്പന കമ്പനിയായ മാരുതി സുസുക്കി മുതൽ ടാറ്റ, ഹ്യുണ്ടായി എന്നിവ വരെ പുതിയ വർഷത്തിൽ, അതായത് 2025-ൽ തങ്ങളുടെ ശക്തമായ ഇലക്ട്രിക് മോഡലുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വരാനിരിക്കുന്ന ഇലക്ട്രിക് മോഡലിൽ ഉപയോക്താക്കൾക്ക് ഏകദേശം 500 കിലോമീറ്റർ റേഞ്ച് ലഭിക്കും. അടുത്ത വർഷം വിപണിയിലെത്തുന്ന ഇത്തരം 3 മോഡലുകളുടെ സവിശേഷതകളെ കുറിച്ച് നോക്കാം. മാരുതി സുസുക്കി വിറ്റാരയാണ് ആദ്യത്തേത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? പേരിന് പോലും ഒരു ഇലക്ട്രിക് കാർ ഇറക്കാൻ മാരുതിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. സാമൂഹ്യ മാധ്യമങ്ങളിലെ വാഹനപ്രേമികളുടെ ഫാൻ ഫൈറ്റിൽ എപ്പോഴും കാണുന്ന ഒരു കമന്റ് ആയിരുന്നു ഇത്. ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര തുടങ്ങിയ മറ്റ് ഇന്ത്യൻ കമ്പനികൾ ഇലക്ട്രിക് തരത്തിൽ പല മോഡലുകൾ എത്തിച്ചിട്ടും മാരുതിക്ക് അനക്കമില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇലക്ട്രിക് വാഹന വിപണിയിലെ ട്രെൻഡ് മനസ്സിലാക്കി ഒരു വാഹനം എത്തിക്കാം എന്നതായിരുന്നു കമ്പനിയുടെ തീരുമാനം. അവസാനം മാരുതി സുസുക്കി തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് വിറ്റാര അടുത്ത വർഷം അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ജനുവരിയിൽ നടക്കുന്ന ഇന്ത്യ മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ കമ്പനി ഇത് അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. വരാനിരിക്കുന്ന മാരുതി ഇലക്ട്രിക് SUVക്ക് ഒറ്റ ചാർജിൽ 500 കിലോമീറ്ററിലധികം റേഞ്ച് വാഗ്ദാനം ചെയ്യാൻ കഴിയും. ടാറ്റ ഹാരിയർ EV ആണ് അടുത്തത്. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന മേഖലയിൽ കൈവരിച്ചിട്ടുള്ള മേധാവിത്വം സ്ഥായിയായി നിലനിർത്തുന്നതിനുള്ള നീക്കങ്ങളാണ് ഇന്ത്യയുടെ സ്വന്തം വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് നടത്തിവരുന്നത്. ഇലക്ട്രിക് ഓൺലി ഡീലർഷിപ്പുകൾ ആരംഭിക്കുക തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. ഇതിനെല്ലാം ഉപരിയായി ഒരു കൂട്ടം മികച്ച വാഹനങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നതും ശ്രദ്ധേയമാണ്. പ്രമുഖ ആഭ്യന്തര കാർ നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് തങ്ങളുടെ ജനപ്രിയ SUV ഹാരിയറിന്റെ ഇലക്ട്രിക് വേരിയന്റ് പുറത്തിറക്കാൻ പോവുകയാണ്. ജനുവരിയിൽ നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ കമ്പനി ടാറ്റ ഹാരിയർ EV പ്രദർശിപ്പിക്കും. വരാനിരിക്കുന്ന ടാറ്റ ഹാരിയർ EV ഉപഭോക്താക്കൾക്ക് ഒറ്റ ചാർജിൽ 500 കിലോമീറ്ററിലധികം റേഞ്ച് വാഗ്ദാനം ചെയ്യുമെന്നാണ് പല റിപ്പോർട്ടുകളും അവകാശപ്പെടുന്നത്. ഹ്യുണ്ടായി ക്രെറ്റ EV ആണ് അടുത്തത്. ഹ്യുണ്ടായി ഇന്ത്യ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന SUV ക്രെറ്റയുടെ ഇലക്ട്രിക് വേരിയന്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യൻ റോഡുകളിലെ പരീക്ഷണ വേളയിൽ ഹ്യുണ്ടായി ക്രെറ്റ EV നിരവധി തവണ കണ്ടിട്ടുണ്ട്. ഹ്യുണ്ടായി ക്രെറ്റ EV 2025 ജനുവരിയിൽ ഇന്ത്യയിൽ പ്രവേശിക്കും. ഈ കാറിന് ഒറ്റ ചാർജിൽ ഏകദേശം 450 കിലോമീറ്റർ റേഞ്ച് വരെ വാഗ്ദാനം ചെയ്യാനാകും. ക്രെറ്റയുടെ ഇലക്ട്രിക് മോഡൽ ഉടൻ വിപണിയിൽ എത്തുമെന്നാണ് ഹ്യുണ്ടായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറായ ഉൻസു കിം ആണ് ക്രെറ്റ ഇലക്ട്രിക് ഉടൻ വിപണിയിൽ എത്തുമെന്ന് സ്ഥിരീകരിച്ചത്. വരും മാസങ്ങളിൽ ക്രെറ്റ EV ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുമെന്നും ഇലക്ട്രിക് കാർ വിപണിയിൽ ക്രെറ്റ EV ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഹ്യുണ്ടായി 2865 കോടി രൂപയുടെ ലാഭം നേടിയതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്.